എവിടെ പോവാ? പാർക്കില്. ഹലോ ഗൈസ്, വെൽക്കം ടു ലൈഫ് വിത്ത് രാഗിനി വൺസ് അഗെയിൻ. ഞാൻ ഇൻട്രോ പറയാൻ മറന്നു. അതാണ് കേട്ടോ ഇങ്ങനെ നമ്മളെ ഇന്നൊരു കാശീസ് ഡേ ഔട്ട് കേട്ടോ. നമുക്കിന്ന് കാശീനെയും കൊണ്ടൊന്ന് കറങ്ങാൻ പോവാം. ഇവിടെ ഒരു സെൻട്രൽ പാർക്ക് ഉണ്ട്, അവിടെ പോവാണ്. പിന്നെ നമുക്ക് കുറച്ച് ഈവനിങ് സ്നാക്സും കൂടി കഴിക്കാം. എവിടെ പോവാ? എവിടെ പോവാ? മാർക്കറ്റിക്കാണോ? മാർക്കറ്റിക്കല്ല, പാർക്കിക്ക്. ഇപ്പോ ഞങ്ങൾ പാർക്കില്. അപ്പം നമ്മളിപ്പോൾ പോകുന്ന പാർക്കിൻ്റെ പേരാണ് കേട്ടോ സെൻട്രൽ പാർക്ക് കാർഗർ. നല്ല വലിയ പാർക്കാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ പാർക്കിൻ്റെ ഏരിയ ആണ്. അവിടെ ആൾക്കാരിങ്ങനെ ജോഗിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ ഈവനിങ് ആകുമ്പോൾ പിള്ളേരെയും കൊണ്ട് വരുന്നതുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു സ്റ്റേഡിയം പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അവിടെ പല പരിപാടികളൊക്കെ നടത്താറുണ്ട്. ഞങ്ങൾ സൺസെറ്റിൻ്റെ സമയത്തായിട്ട് പോയത്, ഒരു 6-6:30 ആ ഒരു സമയത്തായിട്ട് പോയത്. നല്ല രസമല്ലേ സണ്ണിങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണാൻ. നമ്മുടെ കാശി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം നാട്ടിൽ ഇങ്ങനെ ഇത്രയും വലിയ പാർക്കുകളൊന്നും വളരെ കുറവല്ലേ. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ഞങ്ങളവിടെ നിൽക്കുന്നിടത്തൊന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ വലിയ പാർക്സൊന്നും. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് ഇങ്ങനെ വലിഞ്ഞ് കയറാനൊക്കെ, മരത്തിൻ്റെ മുകളിൽ കയറാനും ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ പാർക്കിൽ. അതായത് അവൻ കാണാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് തോന്നിയായിരുന്നു അത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ എല്ലാം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പുറത്ത് പോകുന്നതൊക്കെ വളരെ നല്ലൊരു റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. നമ്മുടെ മൈൻഡിനും നല്ലതാണ്, നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. കാരണം എസ്പെഷ്യലി ഈ വർക്ക് ഫ്രം ഹോമൊക്കെ ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഈവനിങ്ങിനൊക്കെ ഒന്ന് പുറത്ത് പോവുക. ഇരുന്നിട്ടല്ല നിക്ക്. അങ്ങനെ ഒന്നുമില്ലടാ, ഒന്നുമില്ല കണ്ണാ. നീ പിടിച്ചിട്ടുണ്ടോ? വീഴാൻ ഒരു സാധ്യതയില്ല. ഇവിടെ പിടിക്കാൻ. സൂപ്പർ, നടന്നോ. പോരട്ടെ പോരട്ടെ. അവിടെ ഇങ്ങനെ ഒരു റോപ്പ് ബ്രിഡ്ജ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. റോപ്പ് ബ്രിഡ്ജ് അല്ല, ഇതിനെന്താ പറയുക, വുഡൻ ബ്രിഡ്ജ്. അങ്ങനെ ഒരു ഫ്ലോട്ടിങ് ടൈപ്പായിരുന്നു. അപ്പം അവന് കുറച്ചൊരു പേടിയായിരുന്നു. പക്ഷെ നമ്മൾ അവനെ ഒന്ന് പുഷ് ചെയ്താൽ അവൻ പോവും. അപ്പം ഞങ്ങൾ അവനെങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. വരുന്നുണ്ടോ?
നല്ല പീസ് ആൻഡ് കാമായിട്ടുള്ള സ്ഥലം. കുറേ ആൾക്കാർ നടക്കാൻ വരുന്നുണ്ട്, കുറേ ആൾക്കാർ ജോഗിങ് ചെയ്യുന്നുണ്ട്, കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്. സോ നല്ല രസമുണ്ട് ഇവിടെ. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. സണ്ണ് നോക്കി നല്ല രസമല്ലേ, സൺസെറ്റ് ആവുന്നത് കാണാൻ. ഈ കാണുന്നതാണ് കേട്ടോ ഇസ്കോൺ ടെമ്പിൾ. 8 ഏക്കറോളം ഉള്ള ലാൻഡിലാണ് ഈ ഇസ്കോൺ ടെമ്പിൾ പണിതിരിക്കുന്നത് കേട്ടോ. നല്ല വലിയ അമ്പലമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് കേട്ടോ ഇത്. അതിൻ്റെ ചുറ്റും കണ്ടോ വലിയ വലിയ ബിൽഡിങ്സൊക്കെ. പിന്നെ അതിൻ്റെ ചുറ്റും സഹ്യാദ്രി മലകളാണ് കേട്ടോ. ഈ കാണുന്ന മലയൊക്കെ സഹ്യാദ്രി മലയാണ്. നമ്മൾ പോയിട്ടില്ല കേട്ടോ ഈ അമ്പലത്തേക്ക്, പക്ഷേ ഞങ്ങളൊരു ദിവസം പോവും. അപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വല്യമ്മയൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ഈ അമ്പലത്തിൽ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിന്റെ പേരെന്താ? ഡാൻസിങ് ഊഞ്ഞാൽ. അപ്പം ഞങ്ങളിതാ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ നമ്മുടെ പാനിപ്പൂരി കഴിക്കാൻ പോവാണ് കേട്ടോ. എനിക്കിവിടെ വന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഈ പാനിപ്പൂരി കഴിക്കൽ. ഹായ് ഗായ്സ് പറ. ക്ഷീണിച്ചോ പാർക്കിൽ പോയിട്ട്? ടയർഡായോ? ടയർഡായില്ല? നമ്മളെ പാർക്കിലുള്ള അഡ്വെഞ്ചറസ് ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കാശിനെയും കൊണ്ട് ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. പാനിപ്പൂരി കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. ഞാൻ കുറേ ആയിട്ട് കൊതിച്ചൊരു കാര്യം, പാനിപൂരി, വേൽപൂരി, മസാലപ്പൂരി. അപ്പം അതൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പ്രശാന്ത് കോർണർ അവിടെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാനിപ്പൂരിയും ഇവിടെ കിട്ടുന്ന പാനിപ്പൂരിയും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ കിട്ടുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഓത്തൻറ്റിക്കും നല്ല ഹൈജീനിക്കും ആയിട്ട് തോന്നിയ പാനിപ്പൂരികൾ. പിന്നെ ഇവിടെ പാനിപ്പൂരി അല്ലാണ്ട് തന്നെ കുറേ സാൻഡ്വിച്ചസ്, വെറൈറ്റി ഓഫ് സാൻഡ്വിച്ചസ്, പിന്നെ വേറെ അങ്ങനെ കുറേ ചാട്ട് ഐറ്റംസ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് മാംഗോ സുപ്രീം. നല്ല രസമല്ലേ കാണാൻ. അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഗോൽഗപ്പാസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗോൽഗപ്പാസ്. നമ്മുടെ പാനിപൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. എനിക്കതിൻ്റെ വെള്ളം എനിക്കങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഈ പൂരിയിലിട്ട് കഴിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ സുഖാപൂരിയും കിട്ടിയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സുഖാപൂരി. അവസാനം അവർ തരുന്ന വെറുതെ ഡ്രൈ ആയിട്ടുള്ള പൂരിയിൽ അവർ ആ സേവ് ഇട്ടിട്ട് തരുന്നതാണ് സുഖാപൂരി. ഇവർ കണ്ടില്ലേ എത്ര ഹൈജീനിക് ആയിട്ടല്ലേ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ബേൽപൂരി ഇങ്ങനെ നമ്മുടെ റോഡ് സൈഡിൽ നിന്നൊക്കെ ബേൽപൂരി വാങ്ങി കഴിക്കാൻ നമുക്ക് ഭയങ്കര പേടിയല്ലേ. ബിക്കോസ് നമ്മുടെ വയർ അപ്സെറ്റ് ആവുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നൊക്കെ ഉള്ള എനിക്ക് നല്ല പേടിയാട്ടോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കഴിക്കാൻ. അങ്ങനെ നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചോലി ടിക്കി കഴിക്കാം കേട്ടോ. ചോലി ടിക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളക്കടലുണ്ടല്ലോ അതിൻ്റെ കൂടെ ടിക്കി, നമ്മുടെ കട്ട്ലറ്റ് പോലത്തെ എന്തോ ഒരു സാധനം അവർ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഉള്ളി അതെല്ലാം അരിഞ്ഞ് മിക്സാക്കി തന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ടൈപ്പ് ഓഫ് ഗ്രേവിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും. ഇതാണ് ചോലി ടിക്കി. അതിൻ്റെ കൂടെ സേവും ഒക്കെ ഉണ്ട്. കാശിക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ചോലി ടിക്കി. അവനതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കഴിച്ചതാണ് ഈ ദഹിപൂരി. ദഹിപൂരി ഓക്കെ ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ നമ്മൾ ദഹിപൂരിക്കാണോ പാനിപൂരിക്കാണോ അതോ ചോലി ടിക്കിക്കാണോ ഫസ്റ്റ് കൊടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓഫ് കോഴ്സ് എൻ്റെ പാനിപൂരിക്കാനായിട്ടോ കൊടുക്കുക. നെക്സ്റ്റ് ചോലി ടിക്കിക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ദഹിപൂരിക്ക് കൊടുക്കുള്ളൂ. തൈരും ആ സ്വീറ്റ്നെസ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു
വടാപ്പാവും കൂടി കഴിക്കാൻ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വടാപ്പാവ്, ബജ്ജി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഞങ്ങൾ ഇവിടുന്ന് വടാപ്പാവാണ് കഴിച്ചത്. പിന്നെ നമ്മളൊരു കരിമ്പ് ജ്യൂസും കൂടി കുടിച്ചു. ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മായശേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ മടിയനായിട്ട് കിടക്കുകയാണ്. ചുമ്മാ ഈ ദിവാനിൽ ടി വിയും കണ്ട് കിടക്കുക. കാശി ബബായ് പറയും ഉമ്മ.